السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما المؤمنون الذين آمنوا بالله ورسوله ثم لم يرتابوا وجاهدوا بأموالهم وأنفسهم في سبيل الله أولئك هم الصادقون. صدق الله مولانا العظيم. حسنوا أخلاقكم صدق رسوله الأمين. لك الحمد مولانا على كل نعمة ومن جملة النعماء قولي لك الحمد ولا حمد إلا أنت منا بنعمتي فسبحان لا يقوى على حمدك العبد. പ്രിയമുള്ളവരെ, ഒരാൾ സൽഗുണ സമ്പന്നനാകാൻ, നല്ല മനസ്സിൻ്റെ ഉടമയാകാൻ, സൽസ്വഭാവിയായി മാറാൻ അനിവാര്യമായ അത്യാവശ്യമായ 4 സൽഗുണങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞയാഴ്ച നാം സംസാരിച്ചത്. ആ 4 ഗുണങ്ങൾ ഏതൊരു മുസൽമാനിലുണ്ടോ, ഏതൊരു വ്യക്തിയിലുണ്ടോ, അയാൾ ഒരു തികഞ്ഞ മനുഷ്യനായിരിക്കും, നല്ല മനസ്സിൻ്റെ ഉടമയായിരിക്കും. ശാരീരിക ഭംഗിയിൽ ഫേസ് കട്ട്, ബോഡി ഷേപ്പ് എന്നിത്യാദി കാര്യങ്ങളൊക്കെ പരിഗണിച്ചാണ് ശരീരത്തിൻ്റെ ഭംഗി അളക്കുക. അതിനു വേണ്ട ഘടകങ്ങൾ അവിടെ ശരിയാകുമ്പോഴാണ് ആ ആൾ ഏറ്റവും വലിയ സുന്ദരനാകുന്നത്. ഇതുപോലെ സ്വഭാവരംഗത്തെ ഔന്നിത്യവും 1-ാം സ്ഥാനവും ലഭ്യമാകുന്നതിൻ്റെ 4 ഗുണങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന് ഏതായിരുന്നു? ഖുവ്വത്തുൽ ഇൽമ്, അറിവെന്ന പവറാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ എല്ലാ വൈജ്ഞാനിക രംഗങ്ങളിലും എത്തിപ്പെടണം, കിതാബും സുന്നത്തൊക്കെ ഓതി കലക്കി കുടിക്കണം എന്നൊന്നും ഈ പറഞ്ഞതിനർത്ഥമില്ല. ഒരു സത്യവിശ്വാസിക്ക് പ്രഥമവും പ്രധാനവുമായി പ്രാഥമികമായി അറിയൽ അനിവാര്യമായ ഇൽമ്, അത് അറിയുകയും അതിനനുസരിച്ച് ജീവിക്കാൻ തയ്യാറാവുകയും ചെയ്യുമ്പോൾ അയാളിൽ ഹിക്മത്ത് വളരും. ആത്മജ്ഞാനവും തത്വജ്ഞാനവും അയാൾക്ക് വേണ്ട വിവരവും അള്ളാഹു നൽകാൻ തുടങ്ങും. ഇതാണ് ഒന്ന്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഖുവ്വത്തുൽ ഗളബ്, കോപമെന്ന് പറയുന്ന വികാരത്തെ കടിഞ്ഞാണിട്ട് പിടിക്കാൻ വേണ്ട ഒരു ശക്തി. ഈ ശക്തിയുള്ളവർ ശജാഅത്തുള്ളവരാകും, ധീരന്മാരാകും. അനാവശ്യ ഇടങ്ങളിൽ കോപം പ്രകടിപ്പിക്കില്ല, ദേഷ്യം അനവസരത്തിൽ പ്രയോഗിക്കില്ല, ആവശ്യമുള്ളിടത്ത് മാത്രം പ്രയോഗിക്കും. അയാൾ ധീരനായി വളരും. മൂന്നാമത്തെ കാര്യം പറഞ്ഞത് ഖുവ്വത്തു ശഹ്വത്ത്, ആർത്തികളെയും അത്യാഗ്രഹങ്ങളെയും കടിഞ്ഞാണിട്ട് പിടിച്ചു നിർത്താൻ വേണ്ട ശക്തി. അതുള്ളവർ ഒരനാവശ്യത്തിലേക്കും പോവുകയില്ല. അവർ ഇഫത്തുള്ള ആത്മവിശുദ്ധിയുള്ളവരായി വളരും. നാലാമത് പറഞ്ഞത് ഖുവ്വത്തുൽ അദിൽ, നീതിയുടെ ശക്തി. അത് സമ്പാദിച്ച മനുഷ്യൻ ആദിലാകും, നീതിമാനാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൽഗുണങ്ങളൊക്കെയും നമുക്കൊക്കെ നൽകുമാറാകട്ടെ. ഈ 4 ഗുണങ്ങളും സൽഗുണങ്ങളും സമ്പൂർണമായി സമ്മേളിച്ച മനുഷ്യവർഗത്തിലെ വ്യക്തിത്വം ആരാണ്?
ആന്തരിക സൗന്ദര്യം, മനസ്സിന്റെ സൗന്ദര്യത്തിൽ ലോകത്ത് 1-ാം സ്ഥാനം അലങ്കരിക്കുന്ന ആൾ ആരാണ്? നമുക്കറിയാമല്ലോ, ബാഹ്യ ശരീരത്തിന്റെ സൗന്ദര്യ മത്സരം നടക്കാറുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് കൊച്ചിയിൽ മിസ് കേരളയെ തെരഞ്ഞെടുക്കുന്ന, കേരളത്തിലെ 1-ാം നമ്പർ സുന്ദരിയെ തെരഞ്ഞെടുക്കുന്ന മത്സരം നടന്നത്. അത് ഇന്ത്യയിൽ നടക്കാറുണ്ട്, ലോക ആഗോള തലത്തിൽ നടക്കാറുണ്ട്. എന്നിട്ട് മിസ് വേൾഡിനെയും മിസ്റ്റർ വേൾഡിനെയും തെരഞ്ഞെടുക്കും. ലോകത്തെ ഏറ്റവും വലിയ സുന്ദരി സുന്ദരൻ നമുക്കറിയാലോ, പത്രമാധ്യമങ്ങൾ വായിക്കുന്ന നമുക്കറിയത്. ഇങ്ങനെയുള്ള ഒരു ശാരീരിക ശരീര സൗന്ദര്യത്തിന്റെ മത്സരം അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, പണ്ടേ ഉണ്ട് എന്നാ ചരിത്രം പറയുന്നത്. പൗരാണിക കാലങ്ങളിൽ സൗന്ദര്യ മത്സരം നടത്തിയിരുന്നത് അന്ധവിശ്വാസത്തിന്റെ പേരിൽ ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു അത്രേ അന്ന് സൗന്ദര്യ മത്സരം നടത്തിയിരുന്നത്. ആധുനിക യുഗത്തിൽ സൗന്ദര്യ മത്സരം ഒരു വിനോദമാണ്, കലയുടെ ഭാഗമായിട്ടാണ് നടത്തുന്നത്. അപ്പൊ ലോകത്തെ ഏറ്റവും വലിയ സുന്ദരനെയും സുന്ദരിയെയും കണ്ടെത്തുന്ന മത്സരമുണ്ട്. അവർ തെരഞ്ഞെടുക്കപ്പെടാറുണ്ട്, അവർക്ക് സമ്മാനങ്ങൾ കിട്ടാറുണ്ട്. എങ്കിൽ ഉള്ള് സൗന്ദര്യമുള്ള, മനസ്സിൽ ആന്തരികമായ സൗന്ദര്യത്തിൽ വേണ്ട, അതോടൊപ്പം ബാഹ്യമായ ശാരീരിക സൗന്ദര്യത്തിലും ലോകത്ത് നമ്പർ 1 മിസ്റ്റർ വേൾഡ്. അത് ഇക്കാലത്ത് മാത്രല്ല, കഴിഞ്ഞ കാലത്ത് മാത്രല്ല, മനുഷ്യ മക്കളിൽ മൊത്തത്തിൽ മിസ്റ്റർ വേൾഡ്, ശരീര സൗന്ദര്യത്തിൽ 1-ാമനായിട്ടുള്ള ആള്, ആന്തരിക സൗന്ദര്യത്തിൽ സ്വഭാവ മഹിമയിൽ 1-ാമതായി വിരാജിക്കുന്ന മനുഷ്യവർഗത്തിലെ വ്യക്തിത്വം ആര് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടന്നാണ് അജ്മലുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും വലിയ സുന്ദരൻ അവിടന്നാണ്. അവിടന്നാണ് അജ്വദുന്നാസ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഉദാരമതി അവിടന്നാണ്. അവിടന്നാണ് അഹ്സനുന്നാസി ഖുലുഖൻ, സ്വഭാവ മഹിമയിൽ അതിന്റെ ഉത്തുംഗതിയിൽ വിരാജിക്കുന്ന വ്യക്തിത്വം അവിടന്നാണ്. അവിടന്നാണ് അൽ ഇൻസാനുൽ കാമിൽ, സമ്പൂർണരായ മനുഷ്യൻ അവിടന്ന് മാത്രമാണ്. സ്വഹാബിവര്യനായ കവി, മുത്തുറസൂലിന് തൃപ്തിപ്പെട്ട അനുചരന്മാരിൽപ്പെട്ട കവി ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആലപിച്ച കാവ്യ സമാഹാരത്തിൽ കാണാമല്ലോ ഈ സംഭവം. വഅഹ്സനു മിൻക ലം തറ ഖത്തു ഐനി വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ. വഅഹ്സനു മിൻക ലം തറ ഖത്തു ഐനി, അങ്ങയെപ്പോലെ മെച്ചപ്പെട്ട ഉത്തമരായ ഒരു മനുഷ്യനെയും എന്റെ ഈ കണ്ണുകൾ കണ്ടിട്ടില്ല. ലോകത്തൊരു കണ്ണിനും അങ്ങയെപ്പോലെ മെച്ചപ്പെട്ട ഒരു മനുഷ്യനെ കാണാനാവുകയുമില്ല. വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ, അങ്ങയെപ്പോലത്തെ ഒരു സുന്ദരനെ ലോകത്തെ ഒരു പെണ്ണും പ്രസവിച്ചിട്ടില്ല നബിയെ. ഖുലിഖ്ത മുബറഅം മിൻ കുല്ലി ഐബി കഅന്നക ഖദ് ഖുലിഖ്ത കമാ തശാഉ. അങ്ങ് പടക്കപ്പെട്ടത് കമാ തശാഉ, അങ്ങ് ഉദ്ദേശിക്കും പോലെയാണ്. എനിക്കിത്ര വയറ് വരാൻ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്റെ തലത്ര വലുപ്പം ഉണ്ടാവുന്നത് ചിലപ്പോൾ എനിക്ക് ഇഷ്ടം ഉണ്ടായിട്ടുണ്ടാവില്ല. നിങ്ങളുടെ മോന്ത കണ്ണാടിയിൽ നോക്കിയിട്ട് അയ്യയ്യേ ഈ മോന്തന്റെ കോലെന്താണ് ഇഷ്ടം ഉണ്ടാവില്ല. ചിലപ്പോ നമുക്ക് ഇഷ്ടമുള്ള പോലെയല്ല നമ്മുടെ രൂപം, നമ്മുടെ സ്വഭാവവും അങ്ങനെ ഉണ്ടാവും. ഛേ, എന്റെ സ്വഭാവം എത്ര മെനകെട്ടതാണ് സ്വയം വിലപിക്കുന്നവരില്ലേ, പല കുഴിയിലും പോയി വീണിട്ട് ഞാൻ ആ പറഞ്ഞത് ശരിയായില്ല, ചെയ്തത് ശരിയായില്ല, അങ്ങനെയല്ലേ. നമ്മളെ ഇഷ്ടം പോലെ അല്ലല്ലോ നമ്മുടെ കോലവും ചേലും, അല്ലല്ലോ. നബിയേ, അങ്ങയുടെ ശാരീരിക ഘടന, സ്വഭാവ സൗരഭ്യം അങ്ങെങ്ങനെ ഉദ്ദേശിച്ചത് അതുപോലെയാണല്ലോ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്.
എല്ലാ വൈകല്യങ്ങളിൽ നിന്നും വൈകൃതങ്ങളിൽ നിന്നും മുക്തനായ വിധത്തിൽ സമ്പൂർണ്ണ മനുഷ്യരായിട്ട് അങ്ങ് പടക്കപ്പെട്ടിരിക്കുന്നു റസൂലേ. സ്വഹാബി ആത്മജ്ഞാനിയും സാഹിത്യകാരനും വിശ്വപ്രസിദ്ധ അറബ് സാഹിത്യ കവിയുമായിരുന്ന സൂഫി വര്യനായിരുന്ന ഇമാം ബൂസീരി റഹിമഹുല്ലയുടെ ബുർദയിൽ കാണാലോ, ഫഖന്നബീന ഫീ ഖൽഖി വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമി വലാ കറമി. പണ്ടൊക്കെ വഴുതു തുടങ്ങണതിന്റെ മുമ്പ് ആലപിച്ചിരുന്നു. ഇതൊന്നും ഇപ്പൊ മോശമായതുകൊണ്ട്, ഔട്ട് ഓഫ് ഫാഷൻ ആയതുകൊണ്ട്, ന്യൂ ജനറേഷൻ എടുക്കാത്ത ചരക്കായതുകൊണ്ട് ഒക്കെ പോയി. എന്താ അതിന്റെ അർത്ഥം? ഫാഖന്നബീന, യാ റസൂലല്ലാഹ്, അവിടുന്ന് സർവ നബിമാരുടെയും മീതയാണ്, ഉയർച്ചയിലാണ്. ഫീ ഖൽഖിൻ വഫീ ഖുലുഖി, ശരീരഘടനയിലും സ്വഭാവ മഹിമയിലും മറ്റു നബിമാരെക്കാൾ മീതെ നമ്പർ 1 ആയിട്ട് യാ റസൂലല്ലാഹ് അങ്ങാണല്ലോ വിരാജിക്കുന്നത്. സൗന്ദര്യത്തിൽ മികച്ചു നിന്നിരുന്ന ഗ്ലാമർ താരമായിരുന്ന നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാമിനേക്കാൾ സൗന്ദര്യം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. ഫഖന്നബീന ഫീ ഖൽഖി വഫീ ഖുലുഖി, സ്വഭാവത്തിലും ശരീരഘടനയിലും ഏറ്റവും നമ്പർ 1 ആയി മികച്ചു നിൽക്കുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. വലം യുദാനുഹു ഫീ ഇൽമി വലാ കറമി, വിജ്ഞാനത്തിലും അറിവിലും ആദരവിലും ഔദാര്യ മനസ്ഥിതിയിലും ബഹുമാനാദരവുകളിലും അവിടത്തെ ചാരത്തെത്താൻ ഇതര പ്രവാചകന്മാർക്ക് സാധിച്ചിട്ടേയില്ല. അവരാരും റസൂലിന്റെ അത്ര ഉന്നതിയിൽ എത്തിയിട്ടേ ഇല്ല. ഈ മനുഷ്യൻ കേവലം ഒരു ആത്മീയ നേതാവ് മാത്രമായിരുന്നില്ല. അവിടുന്ന് നീതിമാനായ ഒരു ഭരണാധികാരിയായിരുന്നു. അവിടുന്ന് സത്യസന്ധനായ ഒരു കച്ചവടക്കാരനായിരുന്നു. അവിടുന്ന് സ്നേഹവും സഹനവുമുള്ള ഒരു കുടുംബനാഥനായിരുന്നു, ഭർത്താവായിരുന്നു. അവിടുന്ന് വാത്സല്യനിധിയായ ഒരു പിതാവായിരുന്നു. അവിടുന്ന് സഹകരണമുള്ള ഒരു അയൽക്കാരനായിരുന്നു. അവിടുന്ന് സേവന നിരതനായ ഒരു സാമൂഹ്യ നേതാവായിരുന്നു. അവിടുന്ന് ശത്രുക്കൾക്ക് പോലും കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന റഹ്മത്തുല്ലിൽ ആലമീനായിരുന്നു. അൽ ഇൻസാനുൽ കാമിൽ, സമ്പൂർണ്ണ മനുഷ്യര്. നമുക്കറിയാം, ജൂതന്മാര് ഇസ്ലാമിന്റെ ഇന്നത്തെയും എന്നത്തെയും ശത്രുക്കളാണ് ജൂതന്മാര്. വർത്തമാനകാല ലോകം അത് കണ്ടുകൊണ്ടിരിക്കല്ലേ. ജൂതൻ ഇസ്ലാമിന്റെ ശത്രു തന്നെയാണ്, ഒരു തർക്കം അതിലില്ല. പക്ഷെ ഇപ്പൊ ജൂതന്റെ തലക്കിട്ട് അത്യാവശ്യത്തിന് കൊട്ടുകൊണ്ടപ്പോ ചെറിയൊരടക്കം വന്നിട്ടുണ്ട്. പശ്ചിമേഷ്യൻ മണ്ണിലെ സാമ്രാജ്യത്വ ശക്തി, പടിഞ്ഞാറൻ ശക്തി, അറബ് ലോകത്തിൻ്റെ ഹൃദയഭൂമിയിൽ പലസ്തീനിന്റെ മണ്ണിൽ ഇസ്രായേൽ എന്ന ഒരു രാഷ്ട്രമായ വിഷച്ചെടി നട്ടുപിടിപ്പിച്ചതും വെള്ളവും വളവും ചേർത്ത് അതിനെ വളർത്തിയതും എന്തിനായിരുന്നു? വാസ്തവത്തിൽ എന്തിനാണ് ഇസ്രായേൽ രാജ്യം അവിടെ വന്നതെന്ത്? ഹിറ്റ്ലറിന്റെ കൂട്ടക്കുരുതിക്ക് ശേഷം ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ അലഞ്ഞു തിരിഞ്ഞിരുന്ന ജൂതമക്കളെ ആ മണ്ണിൽ കൊണ്ടുവന്ന് അമേരിക്കയും കൂട്ടാളികളും കുഴിച്ചിട്ടത് എന്തിനാ? ഇസ്ലാമിന്റെ ശക്തിയും യശസ്സും പിടിച്ചു കെട്ടാൻ വേണ്ടി. ആന്നെ വേറെത്ര മണ്ണുണ്ട് ഈ ഉരുണ്ട ഭൂമിയിൽ? എത്ര ലോകമുണ്ട്, എത്ര രാജ്യമുണ്ട്? ആവശ്യത്തിന് സ്പേസുള്ള ഇടങ്ങൾ വേറെ ഉണ്ടായിരുന്നല്ലോ. അവിടെ എന്നും കൊണ്ടുവന്ന് കുഴിച്ചിടാതെ ഈ അറേബ്യൻ മണ്ണില് ഇസ്ലാമിക ലോകത്തിന്റെ നെഞ്ചകത്ത് കൊണ്ടുവന്ന് ഈ ജൂതരാജ്യത്തെ കുഴിച്ചിട്ടത് എന്തിനാ? മുസ്ലിമീങ്ങളെ ഡിവൈഡ് ചെയ്ത് വിഭജിച്ച് ഭിന്നിച്ച് ഇസ്ലാമിന്റെ ശക്തി എക്കാലത്തും ക്ഷയിപ്പിക്കാൻ വേണ്ടി ഉള്ള ഗൂഢതന്ത്രമായിരുന്നു അത്.
അത് ലോകത്ത് അറബ് രാജാക്കന്മാർക്ക് തിരിച്ചറിയാനായില്ല. അവരറിഞ്ഞോ അറിയാതെയോ ഈ ജൂതരാജ്യത്തിന് വെള്ളവും വളവും നൽകി. വാസ്തവത്തിൽ നിങ്ങൾ നോക്കൂ, മിഡിൽ ഈസ്റ്റിലെ അറബ് രാഷ്ട്രങ്ങളിലൊക്കെ അമേരിക്കയുടെ പട്ടാളത്താവളങ്ങളല്ലേ ഉള്ളത്? എല്ലാം നീരാളിപ്പിടുത്തത്തിന് കീഴിൽ ഒതുക്കിയിരിക്കല്ലേ. ഇത് തിരിച്ചറിഞ്ഞ ലോകത്തെ ഒരേ ഒരു ഇസ്ലാമിക രാജ്യത്തിന്റെ നേതാവ് ആയത്തുള്ള റൂഹുള്ള ഖുമൈനിയാണ്. അയാൾ പറഞ്ഞു, പശ്ചിമേഷ്യയെ ബാധിച്ച അർബുദമാണ്, ക്യാൻസറാണ് ഇസ്രായേൽ. ലോക ഭൂപടത്തിൽ നിന്ന് ആ രാഷ്ട്രത്തെ തുടച്ചു നീക്കണമെന്ന് ഇറാന്റെ അധ്യക്ഷന്മാർ മാത്രമാണ് UN-ലും പുറത്തേക്ക് ഉറക്കെ വിളിച്ചു പറഞ്ഞത്. അവര് മാത്രമാണ്. ജൂതന്മാരുടെ ന്യായവാദം എന്താണ്? ബൈബിളിൽ, തോറയിൽ, പഴയ നിയമത്തിൽ അബ്രഹാമിനാൽ വാഗ്ദാനം ചെയ്യപ്പെട്ട ജൂതന്റെ മണ്ണാണത്, ജൂതന്റെ രാജ്യമാണത്. അബ്രഹാമിനാൽ വാഗ്ദാനം ചെയ്യപ്പെട്ട, കരാറ് ചെയ്യപ്പെട്ട ജൂത സമൂഹത്തിന്റെ മണ്ണാണ് പലസ്തീന്റെ മണ്ണ്. ഈ കണക്കിന് നാളെ ഈ ജൂതന്മാര്, ഇസ്രായേലികള് അമേരിക്കയുടെ ഒത്താശയോടെ അബ്രഹാമിന്റെ പുണ്യഗേഹമാണ് കാബ, അത് ഞങ്ങൾക്ക് വേണമെന്നും പറഞ്ഞാണ് കടന്നു വന്ന എന്ത് ഒലക്കാണ് ഇവർക്ക് കാണിക്കാൻ പറ്റുക? ഒന്ന് ചിന്തിച്ചു നോക്കുക, എന്ത് ചെയ്യാൻ പറ്റും ഇവർക്ക്? അതിന് അമേരിക്കൻ ചെകുത്താന്റെ പിന്തുണയോടെ ഇസ്രായേൽ അങ്ങോട്ട് കടന്നു വന്നു, സൗദി അറേബ്യയിൽ അങ്ങോട്ട് വന്നു, മക്കയിലേക്ക് വന്നു. കാബ അബ്രഹാമിന്റെ ഗേഹമാണ്, ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ഉണർന്ന് ചിന്തിച്ച് ഇറാൻ പറഞ്ഞത്, നമ്മൾ മുസ്ലിമീങ്ങൾ ഒന്നാണ്. ഈ ഗസ യുദ്ധം തുടങ്ങിയതിന്റെ പിറകെ അറബ് രാജ്യങ്ങളുടെ ഒരു ഉച്ചകോടി സൗദിയുടെ തലസ്ഥാനമാണ് റിയാദിൽ കൂടിയല്ലോ. അന്നത്തെ ഇറാന്റെ പ്രസിഡന്റ് വന്ന് പറഞ്ഞെന്താ? എന്റെയും നിങ്ങളുടെയും സഹോദരന്മാരാണ് ഗസയിൽ കുരുതിക്ക് ഇരയാകുന്നത്. നമ്മൾ ഇപ്പൊ പ്രതികരിച്ചില്ലെങ്കിൽ നമ്മൾ ഇനി എപ്പോഴാ അതിനു വേണ്ടി സംസാരിക്കുന്നത്? ഈ ഗസയിലുള്ളൊക്കെ സുന്നികളാ, ഷിയാക്കളല്ല. അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഹൂത്തികളെയും ഹിസ്ബുള്ളയെയും ഇറാൻ എന്ന രാജ്യം സംവിധാനിച്ചതും അവർക്ക് ശക്തി പകർന്നതും. ലോകത്ത് ഷീയിസം വളർത്താനല്ല, ഇസ്ലാമിന്റെ ഇസ്സത്ത് നിലനിർത്താൻ വേണ്ടിയിട്ട്. ഈ ഒരു പോയിന്റിൽ നമുക്ക് എന്താ വിരോധമുള്ളത്? ഇവിടെ ആർക്കാണ് വിയോജിപ്പുണ്ടാകുക? ഞാൻ ചരിത്രത്തിലൂടെ മുന്നോട്ട് പോവല്ല, ജൂതന്റെ കുബുദ്ധി അത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗസയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വിജയവും മോചനവും നൽകുമാറാകട്ടെ. ഇസ്രായേലിന്റെ തലക്ക് 4 അടി കൊണ്ടപ്പോ ഇപ്പൊ ആ തലക്കറക്കത്തിന്റെ ഇടയിൽ വെടി നിർത്തിയാ കൊള്ളാന്നൊക്കെ ഉണ്ട്. എന്തെങ്കിലും ഒരു സാഹചര്യം അള്ളാഹു സൃഷ്ടിക്കുമല്ലോ, നമുക്കതിന് കാത്തിരിക്കാം, നമുക്കതിനു വേണ്ടി ദുആ ചെയ്യാം. നമ്മുടെ വിഷയം അതല്ല, സന്ദർഭവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു എന്ന് മാത്രം. ജൂത സമൂഹം അന്നും മോശപ്പെട്ടവരാ. ബുഖാരി മുസ്ലിമിന്റെ ഹദീസിൽ കാണാം, ഇന്ന റഹ്തം മിനൽ യഹൂദി, ജൂതന്മാരിൽപ്പെട്ട ഒരു സംഘം ആളുകൾ, ശത്രുക്കൾ, ദഖലു അലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബിയുടെ ചാരത്തേക്ക് കടന്നു വന്നു. ഈ ജൂതന്മാര് നെതന്യാഹുവിന്റെ മുൻഗാമികൾ, ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ മുൻഗാമികൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് കടന്നു വന്നു. കടന്നു വന്നിട്ട് അവര് പാരയാണല്ലോ അവരെ കയ്യിലുള്ളത്. ഇപ്പതാ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടൊക്കെ പുറത്തു വരുന്നു. ഇറാന്റെ പട്ടാളത്തിലെ മേധാവികളെ, ആണവശാസ്ത്രജ്ഞന്മാരിലെ പ്രഗത്ഭരെ വകവരുത്താൻ വേണ്ടി പ്രവർത്തിച്ചത് സുന്ദരിയായ ഒരു ജൂതപ്പെണ്ണായിരുന്നു അത്രേ. ആ ജൂതപ്പെണ്ണ് ആദ്യം എന്താ ചെയ്തത്? ഇസ്ലാം മതം സ്വീകരിച്ചു. എന്നിട്ട് എന്താ ചെയ്തത്? ഇസ്ലാമിനെ വാഴ്ത്തിക്കൊണ്ടും ജൂതനെ തെറി പറഞ്ഞുകൊണ്ടും ലേഖനങ്ങൾ എഴുതാൻ തുടങ്ങി. എന്ത്? ഇസ്ലാമിന്റെ മനോഹരമായ ആദർശത്തെ വാഴ്ത്തിക്കൊണ്ട്, ജൂതന്റെ വൃത്തികെട്ട കുതന്ത്രങ്ങളെ ഇകഴ്ത്തിക്കാട്ടിക്കൊണ്ട് അവർ നോവലുകൾ എഴുതാൻ തുടങ്ങി. അങ്ങനെ അവർ ഇറാനിൽ വന്നു, അവരുടെ എല്ലാ മേഖലകളിലേക്കും കടന്നു വന്നു. ആയത്തുള്ള അലി ഖാംനഈയുമായിട്ട് 1-ലധികം തവണ അഭിമുഖം നടത്തി. അവളായിരുന്നു അത്രേ മൊസാദിന്റെ ഏജന്റ്. ചതിയാണ് അവർക്ക് മൊത്തത്തിലുള്ളത്. റസൂലിന്റെ മുന്നിൽ ജൂത സംഘം കടന്നു വന്നുകൊണ്ട് ഫഖാലു, അവർ പറഞ്ഞത് അസ്സലാമു അലൈക്. കുഴപ്പമില്ല, കേട്ടപ്പോ കുഴപ്പമില്ലല്ലോ. അസ്സലാമു അലൈക്.
അസ്സലാമു അലൈക്ക് എന്നല്ല പറഞ്ഞത്, അസ്സാമു അലൈക്ക് എന്ന് വെച്ചാൽ ചത്തുപോട്ടെ താൻ. അസ്സാമു അൽ മൗത്ത്, ചത്ത് നശിക്കട്ടെ എന്നവർ പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെ പ്രതികരിച്ചു എന്നറിയാം നിങ്ങൾക്ക്? വഅലൈക്കും, നിങ്ങൾ എനിക്ക് വേണ്ടി എന്താണോ പ്രാർത്ഥിച്ചത്, നിങ്ങൾ എന്റെ കാര്യത്തിൽ എന്താണോ പറഞ്ഞത്, അത് നിങ്ങൾക്കും കിട്ടട്ടെ. നിർത്തി. വഅലൈക്കും, വഅലൈക്കും ഉസ്സാം എന്ന് പോലും പറഞ്ഞില്ല. വഅലൈക്കും, നിങ്ങൾ എനിക്ക് വേണ്ടി പറഞ്ഞത് അത് നിങ്ങൾക്കും വരട്ടെ. ഈ മറുപടിയിൽ തൃപ്തിപ്പെടാത്ത മഹദി ആയിഷ റളിയല്ലാഹു അൻഹ, ഈ മറുപടിയിൽ അവർ തൃപ്തരായില്ല. അവർ മുന്നോട്ട് ഇരച്ചു വന്നിട്ട് ബൽ അലൈക്കുമുസ്സാമു വല്ലഅനതു വഗളബുല്ലാഹ്, അവർ പ്രതികരിച്ചു ജൂതന്മാരോട്. പോരെ റസൂലേ, ഇത് ബൽ അലൈക്കുമുസ്സാം, നിങ്ങളൊക്കെ ചത്തുമലക്കട്ടെ, വല്ലഅന, ദൈവിക ശാപം നിങ്ങൾ കേൾക്കട്ടെ, വഗളബുല്ലാഹ്, അല്ലാഹുവിന്റെ കനത്ത കോപം നിങ്ങളുടെ തലയിൽ പതിക്കട്ടെ. ആയിഷ ബീവി ഇത് കേട്ട റസൂലുള്ള, ഇത് ജൂതനോടായി പറഞ്ഞത്, ഇത് കേട്ട റസൂലുള്ള പറഞ്ഞു, മഹ്ലൻ യാ ആയിഷ, വേണ്ട, ഒന്ന് അടങ്ങ് ആയിഷ, മഹ്ലൻ യാ ആയിഷ, ഒന്ന് അടങ്ങ്, അലൈകി ബിർരിഫഖി, ഒരു മിതത്വം പാലിക്കുക ആയിഷ, വഇയ്യാകി വൽ ഫുഹ്ശ, വൃത്തികേട് വിളിച്ചു പറയല്ലേ ആയിഷ, വൃത്തികേട് വിളിച്ചു പറയല്ലേ ആയിഷ. എന്താ അവിടെ വൃത്തികേടുള്ളത്? ആയിഷ ബീവി ചോദിച്ചു റസൂലിനോട്, അങ്ങ് കേട്ടില്ലേ? അവര് പറഞ്ഞത് തങ്ങൾ കേട്ടില്ലേ? ഞാൻ കേട്ടു ആയിഷ. ഖുൽതു അലൈക്കും, ഞാൻ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. അളവിന് വേണ്ട മറുപടി, അവർക്ക് വേണ്ട അളവിനുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറത്ത് അധിക പ്രസംഗം ജൂതനോടാണെങ്കിലും അരുത് ആയിഷ, ഇത് നമ്മുടെ സംസ്കാരമല്ല. മുഹമ്മദുർ റസൂലുള്ളാഹി. ഇങ്ങട്ടെത്ര അസ്സാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വഅലൈക്കും ഉസ്സാം എന്നെങ്കിലും ആ അളവിൽ വേണ്ടേ? അതുപോലും പറഞ്ഞില്ല. വഅലൈക്കും. ഉഹദിന്റെ പോർക്കളത്തിൽ ആ പുന്നാര പൂമുഖത്ത് പരിക്കേറ്റല്ലോ. നമുക്കറിയാലോ ചരിത്രം. അവിടുത്തെ മുൻപല്ലുകൾ പൊട്ടിയല്ലോ. മുഖത്ത് മുറിവ് പറ്റിയിട്ട് ആ മുഖം രക്തം കൊണ്ട് ചെഞ്ചായമണിഞ്ഞപ്പോ, രക്തമൊഴുകിയപ്പോ, നമ്മളൊക്കെ നെറ്റിത്തടത്തിലും കവിളിലുമുള്ള വിയർപ്പ് കണങ്ങളെ കൈകൊണ്ട് ഇങ്ങനെ തുടച്ചു മാറ്റുന്നത് പോലെ ആരംഭ റസൂൽ ഉഹദിന്റെ പോർക്കളത്തിൽ മുഖത്തുള്ള മുഖത്തുള്ള രക്തം കൈകൊണ്ട് തുടച്ചു മാറ്റുമ്പോൾ അവിടുന്ന് പറഞ്ഞത്, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ, എന്റെ ജനതക്ക് മാപ്പ് കൊടുക്കണേ അല്ലാ, അവർ അറിവില്ലാത്ത പാവങ്ങളാണ് അല്ലാ. ഈ സംഭവത്തിന് ശേഷം, ഉഹദ് യുദ്ധത്തിനു ശേഷം, ഈ പരിക്ക് പറ്റിയ രണാങ്കണത്തിൽ നിന്ന് മടങ്ങിപ്പോയതിന്റെ ശേഷം ഒരു ദിവസം ആയിഷ ബീവി റസൂലുള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യവും സംഭവവും സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, ഹൽ അതാ അലൈക യൗമുൻ കാന അശദ്ദ അലൈക മിൻ യൗമി ഉഹദിൻ യാ റസൂലല്ലാഹ്, ഉഹദ് യുദ്ധത്തെ ദിവസത്തെക്കാൾ കഠിനമായ, പ്രയാസകരമായ, വേദനയുണ്ടാക്കുന്ന മറ്റൊരു ദിവസം അങ്ങയുടെ ജീവിത ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ റസൂലേ? ഉഹദിന്റെ ആ ദിവസം ഏറ്റവും ക്ലേശകരമായ ദിവസമായിരുന്നു. അള്ളാന്റെ റസൂല് വധിക്കപ്പെട്ടു എന്ന കിംവദന്തി, ഒരു യുദ്ധതന്ത്രം, കള്ളത്തരം പ്രചരിപ്പിക്കലുണ്ടല്ലോ. ഇന്നിപ്പോ ഇസ്രായേൽ ചെയ്യുന്നത് അതാണല്ലോ, അമേരിക്ക ചെയ്യുന്നത് അതാണല്ലോ, കള്ളത്തരം പ്രചരിപ്പിക്കുക. റസൂലുള്ള വധിക്കപ്പെട്ടു എന്ന കിംവദന്തി പരന്ന ദിവസം, സഹാബാക്കൾ തളർന്ന് വീണ സന്ദർഭം, ഒരുപാട് സഹാബാക്കൾ ഷഹാദത്ത് വരിച്ച ദിവസം, റസൂലിന് തന്നെ ശാരീരികമായി പരിക്കേറ്റ ദിവസം, അതിനേക്കാൾ പ്രയാസമുണ്ടായൊരു ദിവസം അങ്ങയുടെ ജീവിതത്തിൽ മറ്റേതെങ്കിലും ദിവസം ഉണ്ടോ റസൂലെ? ആയിഷ ബീവി ഒരിക്കൽ ചോദിക്കാണ്, ശാന്തയായിക്കൊണ്ട്. റസൂലുള്ള പറഞ്ഞെടുത്തു, ഉണ്ടായിഷ. തായിഫിന്റെ മണ്ണിൽ വെച്ച് സഖീഫ് ഗോത്രക്കാരുടെ ആക്രമണം വന്ന ദിവസം, ഉഹദിന്റെ ദിനത്തെക്കാൾ എനിക്ക് പ്രയാസപ്പെട്ട ദിവസമായിരുന്നു. ആ കഥ ആയിഷ ബീവിക്ക് റസൂലുള്ള പറഞ്ഞു കൊടുക്കുന്നത് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, ഏതോ ചരിത്ര ഗ്രന്ഥത്തിലല്ല. ഖുർആൻ കഴിഞ്ഞാൽ നമ്മുടെ പ്രമാണ ഗ്രന്ഥമായ സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം സംഭവം.
ആയിഷ, മക്കയിൽ ഞാൻ ഒറ്റപ്പെട്ടു. അവരെന്നെ നിരസിച്ചു, അവരെന്നെ തിരസ്കരിച്ചു, അവരെന്നെ അവഗണിച്ചു, അവരെന്നെ തെറിവിളിച്ചു, അവർ ആവും വിധം എന്നെ ആക്രമിച്ചു. എൻ്റെ നാട്ടുകാര്, എൻ്റെ മക്കാര്. ആ സമയത്ത് മാനസികമായി തളർന്ന ഞാൻ തായിഫിൻ്റെ മണ്ണിലേക്ക് ഒന്ന് കയറിപ്പോയി. ആ നാട്ടുകാരെ വിളിച്ചിട്ട് ഞാൻ സത്യമൊന്ന് ഉറക്കെ പറയാൻ ശ്രമിച്ചു. വിശുദ്ധ കെലിമ ഞാൻ അവരെ കേൾപ്പിച്ചു. തായിഫിന്റെ മണ്ണിൽ എന്നെ എതിരേറ്റത് ശകാരങ്ങളും കൂക്കുവിളികളും അസഭ്യവർഷങ്ങളുമായിരുന്നു. വെറും തെറി പറയലും കൂവലും മാത്രമായിരുന്നില്ല. തായിഫിലെ സഖീഫ് ഗോത്രത്തിലെ കാരണവന്മാർ, കേമന്മാർ അവിടുത്തെ കുട്ടികളെയും വിഡ്ഢിക്കൂട്ടങ്ങളെയും ചട്ടകെട്ടി എന്നെ കല്ലെറിയാൻ ഏൽപ്പിച്ചു. ഞാൻ തിരിച്ചു പോരുമ്പോൾ കൊച്ചുമക്കളും വിഡ്ഢിക്കൂട്ടങ്ങളും എന്നെ ശക്തമായി കല്ലെറിഞ്ഞു. ശക്തമായ കല്ലേറെന്റെ ദേഹത്ത് പതിച്ചപ്പോൾ എന്റെ കാലുകൾ പൊട്ടി, രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് നല്ല വിശപ്പുണ്ടായിഷ. ശാരീരികമായി എനിക്ക് തളർച്ചയുണ്ട്, മാനസികമായും എനിക്ക് നോവേറ്റിരിക്കുന്നു. മക്കയുടെ മണ്ണിൽ ഇതാണ് അവസ്ഥ. ത്വായിഫിൽ നിന്ന് അതിനേക്കാൾ മോശപ്പെട്ട അവസ്ഥ. ത്വായിഫിൽ നിന്ന് ആയിഷ, ഞാൻ മക്കയിലേക്ക് തിരിച്ചു പോരാണ്. അപ്പോഴാണ് ഏറേൽക്കുന്നത്. അസഭ്യങ്ങൾ കൊണ്ട് എന്നവർ പൊതിഞ്ഞു, എന്നവർ ശകാരിച്ചു, ചീത്ത വിളിച്ചു, ശാരീരികമായി ഉപദ്രവിച്ചു. ഞാൻ മക്കയിലേക്ക് ശാന്തനായി നടക്കുകയാണ്. ആ സമയത്തുള്ളൊരു മാനസികാവസ്ഥ എന്തു കുറ്റം ചെയ്തിട്ടാ? മടങ്ങി വന്ന് ത്വായിഫിന്റെയും മക്കയുടെയും ഇടയിലുള്ള ഖർനു സഅലിബ് എന്നു പേരുള്ള ഒരു മലയുണ്ട്. ആ മലയുടെ താഴ്വാരത്തെത്തിയപ്പോൾ ആയിഷ, എൻ്റെ മീതെ ഒരു കാർമേഘം, ഫഇദൻ ബിസഹാബത്തിൻ ഖദ് അളല്ലത്നി എന്നാണ് സ്വഹീഹുൽ ബുഖാരിയിൽ പ്രയോഗം. ഒരു മേഘം കുട പോലെ എൻ്റെ തലക്ക് മീതെ നിഴൽ വിരിച്ചിരിക്കുന്നു. അപ്പുറത്ത് വെയില്, ഇടത്ത് വെയില്, വലത്ത് വെയില്, എല്ലായിടത്തും വെയില്. പക്ഷെ എൻ്റെ തലക്ക് മീതെ ഒരു മേഘം. ഫനളർത്തു, ഞാൻ ആ മേഘത്തിലേക്കൊന്ന് മിഴിച്ചു നോക്കി. ഫഇദൻ ജിബ്രീലു അലൈഹിസ്സലാം, ആ മേഘത്തിൽ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ട്. ഫനാദാനി, ജിബ്രീൽ എന്ന മലക്ക് എന്നെ വിളിച്ചു. യാ മുഹമ്മദ്, മുഹമ്മദ് നബിയെ, ഇന്നല്ലാഹ അസ്സ വജല്ല ഖദ് സമിഅ ഖൗല ഖൗമിക്, അങ്ങയുടെ ജനത അങ്ങയോട് എന്താണ് പറഞ്ഞതെന്നും അങ്ങയുടെ സമുദായക്കാരായ ത്വായിഫുകാർ അങ്ങ എന്താണ് ചെയ്തതെന്നും പടച്ച തമ്പുരാൻ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഖദ് ബഅസല്ലാഹു മലക്കൽ ജിബാൽ, ഞാൻ ഒറ്റക്കല്ല റസൂലേ ഇപ്പോൾ വന്നിട്ടുള്ളത്. പടുകൂറ്റൻ പർവ്വതങ്ങളുടെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട മലക്ക്, പർവ്വതങ്ങളെ കാക്കാൻ അല്ലാഹു നിയോഗിച്ച മലക്ക്, കിങ്കരനായ ശക്തനായ മലക്ക് എന്റെ കൂടെ വന്നിട്ടുണ്ട്, അല്ലാഹു എന്റെ കൂടെ വിട്ടിട്ടുണ്ട് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞപ്പോഴേക്ക് പർവ്വതങ്ങളുടെ നിയോഗമേറ്റെടുത്ത മലക്ക് അള്ളാന്റെ റസൂലിനോട് സലാം പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഖദ് ബഅസനി റബ്ബുക ഇലൈക്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന ശക്തനായ മലക്ക് പറഞ്ഞിട്ട് പറഞ്ഞു, എന്നെ നിയോഗിച്ചത് ഇൻ ശിഅത അൻ ഉത്ബിഖ അലൈഹിമുൽ അഖ്ശബൈൻ, ഇൻ അൻ ഉത്ബിഖ അലൈഹിമുൽ അഖ്ശബൈൻ, അങ്ങ് ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ കാണുന്ന രണ്ട് പർവ്വതങ്ങൾ വലിച്ചുകൊണ്ട് ആ ത്വായിഫ് നിവാസികളുടെ മുകളിലൂടെ മറിച്ചിട്ട് അവരെ തീർത്ത് കളയാൻ അള്ളാഹു അനുവാദം ചോദിക്കാനാണ് എന്നെ പറഞ്ഞയച്ചത്. പക്ഷെ അങ്ങയുടെ പെർമിഷൻ വേണം, ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റൂല. അങ്ങയുടെ പെർമിഷൻ കിട്ടിയാൽ ആ കാണുന്ന ഭീകരന്മാരായ രണ്ട് പർവ്വതങ്ങളെ ത്വായിഫ് നിവാസികളുടെ തലക്ക് മീതെ വലിച്ചിട്ടുകൊണ്ട് അവരെ തീർത്ത് കളയാൻ അള്ളാഹു ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒരൊറ്റ കാര്യം, അങ്ങയുടെ പെർമിഷൻ വേണം. അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞത്? വേണ്ട. ബൽ അർജു അൻ യുഖ്രിജ മിൻ അസ്ലാബിഹിം മൻ യഅ്ബുദുല്ലാഹ വഹദ വലാ യുശ്രികു ബിഹി ശൈഅ. വേണ്ട വേണ്ട വേണ്ട, അത് ചെയ്യരുത്. അവർക്ക് മീതെ ആ പർവ്വതങ്ങളെ ഒരു ഭൂമി കുലുക്കമുണ്ടായതുപോലെ, ഒരു പ്രകമ്പനത്തിലൂടെ, ഒരു വലിയ പ്രകൃതി ദുരന്തത്തിലൂടെ അവരെ നശിപ്പിച്ച് കളയുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അർജു അൻ യുഖ്രിജല്ലാഹു മിൻ അസ്ലാബിഹിം. ഇപ്പുള്ളവര് മോശാണ്, ശരി.
അവരുടെ സന്താന പരമ്പരയിൽ കടന്നു വരുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. മൻ യഅ്ബുദുല്ലാഹ വലാ യുശ്രികു ബിഹി ശൈആ. സമ്പൂർണ്ണ മുവഹിദുകൾ, വിശ്വാസിനികൾ, തൗഹീദിന്റെ വക്താക്കൾ അവരുടെ മുതുകുകളിൽ ബീജകണങ്ങളിൽ ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവരെ തീർത്ത് കളഞ്ഞാൽ അള്ളാഹുവിനെ ആരാധിക്കുന്ന ആ പുത്തൻ സമുദായത്തിന്റെ ആഗമനത്തിന് തടസ്സമാകുമല്ലോ, ചെയ്യരുത് മലക്കെ എന്ന് പറഞ്ഞ് തടഞ്ഞു. റസൂലിന്റെ പ്രതീക്ഷ പോലെ നടന്നല്ലോ. ത്വായിഫും മക്കയും ഇസ്ലാമിൻ്റെതായപ്പോ അവിടത്തെ ജനക്കൂട്ടമൊക്കെയും തൗഹീദിന്റെ വക്താക്കളായല്ലോ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇക്കമാരെ, പ്രത്യേകിച്ച് യുവ സുഹൃത്തുക്കളെ, ഈ ആരംഭ റസൂലിന്റെ ഉമ്മത്താണ് ഞാനും നിങ്ങളും. അവിടത്തെ അനുയായികളാണ് നമ്മളൊക്കെയും. ആ ആരംഭ റസൂലിനോട് ശാരീരികമായി അടുക്കാൻ എല്ലാവർക്കും അല്ലാഹു ഭാഗ്യം വെച്ചിട്ടില്ല. ആ പുണ്യപൂമേനിയുടെ പൂമണം ആസ്വദിക്കാൻ എല്ലാവർക്കും അല്ലാഹു ഭാഗ്യം വെച്ചിട്ടില്ല. ശരി, ആ ആരംഭ റസൂലിനോട് ആത്മീയമായി, മാനസികമായി, ആദർശപരമായി അടുക്കാൻ ഇന്നുള്ള നമുക്കും എന്നുമുള്ള സത്യവിശ്വാസികൾക്കും സാധ്യമാകും. ആദർശപരമായി, ആത്മീയമായി, മാനസികമായി ആരൊക്കെ ഈ റസൂലിനോടടുത്തോ ആ അടുപ്പത്തിന്റെ തോതനുസരിച്ച് അവരൊക്കെയും സൽസ്വഭാവികളായി മാറും. വിഷയത്തിന്റെ മർമ്മമാണ് പറയുന്നത്, സൽസ്വഭാവമാണ് വിഷയം. ഈ റസൂലിനോടുള്ള അടുപ്പത്തിന്റെ തോതനുസരിച്ച് സൽസ്വഭാവികളായി മാറും. അകൽച്ചയുടെ വിദൂരതക്കനുസരിച്ച് ദുസ്വഭാവികളായിട്ടും മാറും. ഈ റസൂലിനോടുള്ള അടുപ്പത്തിനനുസരിച്ച് പ്രപഞ്ചനാഥനായ അള്ളാഹുവിനോടും അടുക്കും. അള്ളാഹിനോട് അടുക്കാൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയല്ലാത്ത ഒരു എൻട്രൻസ്, ഒരു വഴി ലോകത്ത് ഇല്ലേ ഇല്ല. ഒരാൾ എത്ര തലകുത്തി മറിഞ്ഞാലും നടക്കൂല. അതിനുള്ള പാത മുഹമ്മദുർ റസൂലുള്ളാഹി മാത്രമാണ്, അല്ലാത്തൊരു വഴിയില്ല. അള്ളാഹുവിലേക്ക് അടുക്കണോ, അള്ളാഹിനെ അനുസരിക്കണോ, ഈ റസൂലിനെ അനുസരിക്കണം. അള്ളാഹുവിന്റെ പ്രഖ്യാപനം, ഖുർആനിലൂടെയുള്ള പ്രഖ്യാപനം അതാണ്. അള്ളാഹിനെ വഴിപ്പെടാൻ ഈ റസൂലിനെ വഴിപ്പെടുക. അള്ളാഹുവിലേക്ക് അടുക്കണോ, ഈ റസൂലിലേക്ക് അടുക്കുക. ഈ 4 ഗുണങ്ങളും സമ്പൂർണമായി സമ്മേളിച്ച സമ്പൂർണ്ണ മനുഷ്യരോട് ആത്മീയമായി, ആദർശപരമായി അടുക്കുകയല്ലാതെ നന്നാകാൻ വേറെ ഓപ്ഷൻ ഇല്ല. ഈ 4 ഗുണങ്ങൾ ഇച്ചിരി പോലും ഒരാളിൽ ഇല്ലെങ്കിൽ ആ മനുഷ്യൻ ചെകുത്താനിലേക്കാണ് അടുക്കുക. ചെകുത്താനിലേക്ക് അടുത്താൽ ഈ ലോകത്ത് മെനകെട്ടവനായി അയാൾ ജീവിക്കും, സമൂഹത്തിൽ വൃത്തികെട്ടവനായി ജീവിക്കും, സ്വന്തം കുടുംബത്തിന് പോലും കാണാൻ പറ്റാത്ത വെറുക്കപ്പെടുന്നവനായിട്ട് അവൻ മാറും. പള്ളിയിൽ വന്നിരുന്നാൽ പോലും പള്ളിയിൽ വരുന്ന വിശ്വാസികൾക്ക് പോലും അയാളെ മുഖം കാണാനോ അടുത്തൊന്ന് ചെന്ന് സംസാരിക്കാനോ ഒന്ന് ചേർന്ന് നിൽക്കാനോ തോന്നാത്ത വിധം വഷളനായി അയാൾ മാറും. അങ്ങനെ ദുന്യാവിൽ വെറുക്കപ്പെട്ടവനായി ജീവിച്ച് തെമ്മാടിയായി മരിച്ച് നരകത്തിലേക്ക് അയാൾ പോകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഖുവ്വത്തുൽ ഇൽമ്, അറിവ് നമുക്ക് വേണം. ഒരു മുസൽമാന് അത്യാവശ്യമുള്ള അറിവ് വേണം. ദേഷ്യത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ആർജിക്കണം, ആർത്തികളെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ആർജിക്കണം. എന്നിട്ട് നീതിമാനായി ജീവിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകട്ടെ. ഇനി